അപ്പോഴാണ് നിങ്ങളുടെ സമാജം കാണാൻ കഴിഞ്ഞത്. ഏറെ സന്തോഷം തോന്നി. നിങ്ങളുടെ ഈ പ്രായത്തിൽ പഠിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നേടുന്നതിലൂടെ ഭാവിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ഏറ്റവും മനോഹരമായ രീതിയിൽ പരിശുദ്ധ ദീനിന്റെ ദഅവ നടത്താൻ നിങ്ങൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയിട്ടുള്ള ആയത്ത് ഏതാ? നിങ്ങളോട് കുറച്ചടുത്ത് പറയ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ അല്ലേ? അവിടുന്ന് മാലം യഅലം വരെയുള്ള ആദ്യം തന്നെ എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്? അപ്പോൾ അല്ലാഹു വായിക്കാനാണല്ലേ, പഠിക്കാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ തുടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഇൽമിനെ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൽമില്ലേ, അൽ ഇൽമ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൽമാണ്. ആ ഇൽമിനെ എങ്ങനെയാണ് റസൂലുള്ളാഹി ഉപമിച്ചത്? എന്തിനോടാണ്? നിങ്ങൾക്കൊക്കെ അറിയാം. അൽ ഇൽമു അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെ എന്തൊക്കെ ഉപമ പറയാം? ഇവിടെ ഇസ്ലാമിന്റെ ജീവൻ എന്നാണല്ലോ പറഞ്ഞതല്ലേ? എന്തായിരിക്കും ഇങ്ങനെ ജീവനെ പറയാൻ കാരണം? അതിന്റെ പ്രാധാന്യം അല്ലേ അത്രയും വലുതാണ്. അതുണ്ടെങ്കിലാണ് ഈ നമ്മൾ ഈ കാണുന്ന തടിക്കൊക്കെ എന്തെങ്കിലും നിലവിലി ഉണ്ടാവുള്ളൂ. ജീവനുണ്ടെങ്കിൽ. മുമ്പ് ഒരു പത്രത്തില് ഒരു വാർത്ത വന്നിരുന്നു. ഒരു പ്രദേശത്ത് പുലി ഇറങ്ങിയ വാർത്ത. ഇത് പ്രചരിച്ചപ്പോ ആളുകളൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിൽ കയറും. ആരും പുറത്തിറങ്ങില്ല. ആയുധമുള്ളവര് വരെ പുറത്തേക്ക് ഇറങ്ങൂല, പേടിച്ചിട്ട്. പുലി ഉണ്ടല്ലോ, നാട്ടിലൂടെക്കോ അലഞ്ഞു തിരിയുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോ അതേ പത്രത്തിലുണ്ട് മറ്റൊരു വാർത്ത. അതെന്തായിരുന്നു അറിയാം? ഒരു ചിത്ര സഹിത വന്നത്. ചിത്രം ഇതായിരുന്നു: ഒരു പുലി ഇങ്ങനെ ഒരു ഭാഗത്ത് കിടക്കുക. ആ പുലിനോട് ഇങ്ങനെ ചേർന്നിരുന്ന് പുലിയുടെ മീശ ഇങ്ങനെ പിടിച്ച് പിരിച്ച് ഒരു ഏകദേശം 5 വയസ്സ് കാണും. അങ്ങനത്തെ ഒരു കുട്ടി സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫോട്ടോഗ്രാഫർ പകർത്തിയിട്ട് അതാണ് പത്രത്തിൽ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 4 ദിവസം മുമ്പ് നാട്ടിൽ പുലി ഇറങ്ങിയെന്ന വാർത്ത പത്രത്തിൽ വന്നപ്പോ നാട്ടിലുള്ള ആളുകളൊക്കെ വൈകുന്നേരം ആകുമ്പോ പേടിച്ച് പുറത്തിറങ്ങിയില്ല. എന്നാൽ 4 ദിവസം കഴിയുമ്പോൾ അതേ പത്രത്തിലാണ് പുതിയ വാർത്ത വരുന്നത്. അതിലെന്താ കാണുന്നത്? ആ ചെറിയൊരു കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? പുലിയെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് സെൽഫി എടുക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ പറഞ്ഞോളി, എന്താ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? പറഞ്ഞോളി, തെറ്റിക്കോട്ടെ. ശരിയാണ്, ഉറക്കെ പറ. സ്നേഹം. ആ പുലിനോട് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പോയാൽ ചിലപ്പോ 4 ദിവസം മുമ്പ് അവിടെ ഇറങ്ങിയ പുലിയില്ലേ, അപ്പുലി തന്നെയാണ് ഇപ്പുലിയും. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാം? പുലിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുലി ചത്തിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട പുലിയുടെ അടുത്താണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? അതായത് ഒരു കളിപ്പാട്ടമായി മാറിയത് അല്ലേ? ആർക്കൊരു വിലയില്ല, ആർക്കൊരു പേടിയില്ല. ജീവനുണ്ടായപ്പോഴാണ് പുലി പുലിയായത്. ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പുലി കുട്ടിക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമായിട്ട് എന്ത് ചെയ്യാണ്? മാറാണ്.
അല്ലേ? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതിനെ ഉപമിക്കുന്നത്? അൽഇൽമിനെ, അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വഴിയിലൂടെ കിട്ടിയ നമ്മൾ ബോധ്യപ്പെടിക്കുന്ന ഈ അറിവിനെ ഇസ്ലാമിന്റെ ജീവനായിട്ട് ഉപമിക്കാൻ പരിചയപ്പെടുത്താനുള്ള കാരണം അതാണ്. അപ്പൊ നിങ്ങൾ ഒറ്റ ഉദാഹരണം കൂടി പറയാം. ഒരാൾക്ക് അസുഖം ബാധിച്ചു, ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട്, ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, പ്രയാസമില്ല, പ്രശ്നമുള്ള ഒരു അസുഖമാണ്, ഒരു ഓപ്പറേഷൻ നിർബന്ധമായിട്ട് വരും, ഓപ്പറേഷന് ഒരു 5 ലക്ഷം രൂപയാകുമെന്ന് സങ്കല്പിച്ചോളൂ. പോരാ, 3 മാസക്കാലം ബെഡ് റെസ്റ്റും വേണം. ഇത് ചെയ്താൽ ഒരു 80% സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പരമാവധി നിങ്ങൾ ജീവിക്കുക 6 മാസമാണ്, അതിന്റെ അപ്പുറം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ അയാള് 5 കാശും കയ്യിലില്ലാത്ത ആളാണെങ്കിലും 5 ലക്ഷം രൂപ ഉണ്ടാക്കുമല്ലേ? ഇയാള് മഹാഭിഷുക്കനായിരുന്നു. എന്നാലും വേണ്ടില്ല, ഉള്ളത് വിറ്റുവരിച്ചിട്ട് എന്ത് ചെയ്യും? 5 ലക്ഷം ഉണ്ടാക്കും. അങ്ങനെ ഓപ്പറേഷൻ ഉഷാറായി, കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആവാൻ. ഇയാള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോരുമ്പോ ഡോക്ടറോട് ചെന്നിട്ട് പറയാണ്, നന്ദിയുണ്ട് ഡോക്ടറെ, വളരെ നന്ദിയുണ്ട്. ആരാ പറയണത്? എവിടെന്നെങ്കിലും ആരെങ്കിലും കൂട്ടത്തിൽ നിന്ന് വെറുതെ ഒന്ന് തോണ്ടിയാ തല്ലണ ആളാണ്. എങ്ങനെ? ഒന്ന് തോണ്ടിയാല് തല്ലണ ആളാണ്. അങ്ങനത്തെ ആളാണ് ആകെ കീറി പൊളിച്ച ഡോക്ടറോട് എന്ത് പറയണത്? നന്ദി പറയണത്. 3 മാസം പോയിട്ട് 3 മണിക്കൂർ ഒരിടത്ത് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യൂല? ഇരിക്കാത്ത മനുഷ്യനാണ്. അയാളാണ് 3 മാസം ബെഡ് റെസ്റ്റിന് തയ്യാറാവുന്നത്. ഇവിടെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇത്രയും കാശ് ചെലവാക്കുന്നതും ഇത്രയും വേദന സഹിക്കുന്നതും എത്രയും റെസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറാവുകയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് പരിശുദ്ധ ദീനിന്റെ ജീവനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ്. അതുണ്ടെങ്കിലേ നമ്മളൊരു ജീവനുള്ള മുസ്ലിം ആവുള്ളൂ. അത് നഷ്ടപ്പെടുന്നതോടുകൂടെ എന്താവുകയാണ്? ഒരു കളിപ്പാട്ടം എന്നതിലപ്പുറത്തേക്ക് നിലയും വിലയില്ലാത്തൊരു ടീമായി മാറും എന്ന് ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നവും അവിടെയാണ്. അതാണ് അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്ത ഒരു സമൂഹമായിട്ട് ധാരാളം ആളുകൾ വളർന്നു വരുന്നതാണ്. പലർക്കും തട്ടാൻ പറ്റുന്ന പന്തായിട്ട്, കളിപ്പാട്ടമായിട്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു കുട്ടി നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടില് ഗാലറിയിൽ ഇരുന്നിട്ട് കളി കാണും. കുട്ടി ഇങ്ങനെ കളി കാണുമ്പോ ഈ കുട്ടി ഇങ്ങനെ ആലോചിക്കുക, പടച്ചോനെ, 2 ഭാഗത്തും 7 വീതം ആളുകൾ, ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളും 2 ടീമിൽപ്പെട്ട ആളുകളും മത്സരിച്ചുകൊണ്ട് പന്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്തിനെ തട്ടുക, എല്ലാവർക്കും തട്ടാളത് പന്തിന് അടിയെടുത്ത് കിട്ടുന്നതോടുകൂടെ ഗാലറിയിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ആർത്തട്ടഹസിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പന്തിന് തട്ട് കിട്ടണതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും ഇങ്ങനെ? കുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ്. അപ്പോഴാണ് അതിന്ന് ഒരാൾ ഒരു അടിക്കുമ്പോ ബോള് വന്നിട്ട്, പന്ത് വന്നിട്ട് ഗാലറിക്ക് സമീപത്ത് വന്നിട്ട് വീഴാണ്. ഈ കുട്ടിയുടെ അടുത്താ വീഴുന്നത്. ഓടിച്ചെല്ലുന്നത് ഒരു കഥയാണ്. ഓടിച്ചെന്ന് ആ പന്ത് എടുത്തിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പന്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, എന്താണ് നിന്നെ തട്ടാൻ എല്ലാവർക്കും അത്ര താല്പര്യം? നിനക്ക് തട്ട് കിട്ടുമ്പോ എല്ലാരും ആർത്തിച്ചിരിക്കുകയാണല്ലോ, എന്താ ഇതിന്റെ കാരണം? അതിലെ ആ കഥയിലെ ആ പന്ത് പറയുന്നുണ്ട്, മോനെ, എന്റെ ഉള്ളു പൊള്ളയാണ്, എന്റെ ഉള്ളു പൊള്ളയാണ്. എന്റെ ഉള്ളിലെ കനമുള്ള വല്ല ഇരുമ്പ് പോലത്തെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു തട്ടുകയാണെങ്കിൽ തന്നെ രണ്ടാമത് എന്തെങ്കിലും തട്ടില്ലായിരുന്നു.
വസ്തുത ഇതാണ്. ലോകത്തിന്റെ ചരിത്രമൊക്കെ വായിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മെ തട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹ് എന്ന് പറയുന്ന, അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന ആ വിജ്ഞാനം പേരിൽ മുസ്ലിമാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. ഏതായിരുന്നാലും അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഏത്? അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള, ഈ അറിവ് പഠിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനായി. അപ്പോൾ നിങ്ങളെപ്പോലെ പള്ളി ദർസിൽ ഓതി പഠിച്ചിട്ടുള്ള ആളാണ്. ഞാനൊരു പൈസയാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് നൂറുകണക്കിന് മഹല്ലുകളിൽ നല്ല മഹല്ല് ശാക്തീകരണവുമായി ബന്ധപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ ഒരുപാട് ക്ലാസ്സുകളും മറ്റും കാര്യങ്ങളുമായിട്ട് പഠിച്ച തമ്പുരാൻ അവസരം തന്നു. നിങ്ങളും ഭാവിയിൽ ഇതിനേക്കാൾ ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തേണ്ടവരാണ്. നിങ്ങൾ പരിശ്രമിക്കണം. നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. കഴിയും. ഇത് ഇവിടെ മാത്രം ഒതുങ്ങൂലേ? ഞാനൊക്കെ സത്യം പറയണേ, ഒരു ദിവസം എന്നോട് ഉസ്താദ്, ഞാൻ ദർസിൽ ഓതുന്ന കാലത്ത് ഉസ്താദ് നമ്മളെ ആനമങ്ങാട് അടുത്ത് പള്ളിയിൽ ഓതുന്ന കാലത്ത് ഉസ്താദ് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു, ലോഹർക്ക് ഇമാമക്കണം എന്ന് പറഞ്ഞു. ലോഹർക്ക് ഇമാമക്കണം എന്ന് പറഞ്ഞു. ഞാൻ എനിക്കാണ് വെച്ചാൽ പെരും പേടിയാണ്. ഇമാമൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാല് പെരും പേടിയാണ്. അവസാനം സൊഫിൽ ഇങ്ങനെ വന്നപ്പോ ഉസ്താദ് നിർബന്ധിച്ചിട്ട് കയറി നിന്നു. അതൊരു നിസ്കാരം തന്നെ. ഏതായിരുന്നാലും സലാം കിട്ടി സുബ്ഹാനല്ലാഹി അല്ലെങ്കിൽ ഇതൊക്കെ ചൊല്ലി ദയർക്കാൻ വേണ്ടിയിട്ട് കൈ ചോദിച്ചു നോക്കുമ്പോ കൈ ഇങ്ങോട്ട് പൊന്തണില്ല. വർക്കലോട് വർക്കൽ. ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ സോഫയിലിരിക്കുന്ന ഉസ്താദിനോട് തലയുണ്ട്, നിങ്ങൾ ദയർന്നോളി എന്ന് കാണിച്ചു കൊടുത്തു. എന്നെ കൊണ്ടാവില്ല, പേടിച്ചിട്ട് പെരും പേടി. അങ്ങനത്തെ ഒരു കുട്ടിക്കാലം ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു പോന്നിട്ടുണ്ട്. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ 100 1000 ഒക്കെ ആളുകളുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കാലിന് മുട്ടൊന്നും പറക്കാതെ നിന്നിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയും. പഠിച്ചോണ്ടെന്ന തൗഫീഖ്. അത് എങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ നിരന്തര പരിശ്രമത്തിലൂടെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ സമാജമൊക്കെ ഉണ്ടല്ലോ, പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ നല്ല കഴിവുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ അവിടെ പുറത്തു നിന്നിട്ട് ശ്രദ്ധിക്കണേയിരുന്നു. നല്ല കഴിവുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. ഒരുപാട് ഭാവി ഉണ്ട് നിങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വലിയ ആലിമീങ്ങളായി മാറും.